പ്രധാനപ്പെട്ട വാർത്തയാണ്. വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അർജുന, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളികളുടെ മകൾ 4.5 വയസ്സുള്ള റോഷ്നി എന്ന് പറയുന്ന ആ കുട്ടിയെ വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുലി കടിച്ചുകൊണ്ടുപോയത്. സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നാണ് പുലി ഈ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തി കുട്ടിയെ കടിച്ച് വലിച്ച് ഇഴച്ചു കൊണ്ടുപോയത്. ഈ സംഭവം കണ്ടത് അമ്മയാണ് ഇതിന്റെ ഏക സാക്ഷി. അമ്മ ഇന്നലെ തന്നെ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പോലീസിലെത്തി പരാതി നൽകി. പോലീസിൽ പരാതി ലഭിച്ചതോടെ പോലീസും അതുപോലെ തന്നെ തമിഴ്നാട് വനവകുപ്പും നാട്ടുകാരും ഒക്കെ ചേർന്ന് വിവിധ സംഘങ്ങളായി ഇന്നലെ രാത്രി വൈകുവോളം തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും നടത്തിയ തെരച്ചിലാണ് 11 മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. അതീവ സങ്കടകരമായ രീതിയിലാണ് ആ മൃതദേഹത്തിന്റെ കിടക്കുന്ന ഒരവസ്ഥ. ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടിയുടെ തലയും കാലിന്റെ ഭാഗങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. കുട്ടിയുടെ ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം ഈ പുലി ഭക്ഷിച്ച ശേഷം ഉപേക്ഷിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. നമുക്കറിയാം, ഇന്നലെ രാത്രിയിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഈ കുട്ടിക്കായി നടത്തി. നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു തെരച്ചിൽ നടത്തി. കുട്ടിക്ക് പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും ജീവനോടെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും വലിയ സന്നാഹങ്ങളോടെയൊക്കെ ഇപ്പോൾ പോലീസും വനം വകുപ്പും നാട്ടുകാരൊക്കെ വിവിധ സംഘങ്ങളായി തെരച്ചിൽ നടത്തിയത്. ഇന്നലെ രാത്രി വൈകുവോളം നടത്തിയ തെരച്ചിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് രാവിലെ വീണ്ടും ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് വലിയ രീതിയിലുള്ള തെരച്ചിൽ വിപുലമാക്കി. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഈ 11 മണിയോടെ കുട്ടിയെ ഇത്രയും ദാരുണമായ രീതിയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ വാൽപ്പാറയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ആയിട്ട് മൃതദേഹം പൊള്ളാച്ചിയിലെ താലൂക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനു മുന്നേ നിരവധി നടപടി ക്രമങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ മൃതദേഹം വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ എത്തിച്ച് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആളുകൾ ജനക്കൂട്ടമൊക്കെ ഈ വാൽപ്പാറ ആശുപത്രിക്ക് സമീപം എത്തുന്നുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്ക്, ഈ തോട്ടം തൊഴിലാളി, നമുക്കറിയാം ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് ഇത്തരത്തിൽ പുലി പിടിച്ചത്. ഈ മേഖലയിൽ നിരവധി തോട്ടം തൊഴിലാളികളുണ്ട്. അതിൽ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലാണ്. അവരെല്ലാവരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി ഇവിടെയുള്ള ക്വാർട്ടേഴ്സുകളിലും മറ്റുമാണ് താമസിച്ച് ഈ തോട്ടത്തിൽ പണിയെടുത്താണ് ഇവർ ജീവിക്കുന്നത്. ഇവിടെ മക്കൾക്കും അതുപോലെ തന്നെ ഇവരോടും വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ തേയിലത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക്, വീടിന് പുറത്തേക്ക് കുട്ടികളെ ഒന്നും ഇറക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ കുട്ടികളായിരിക്കുമ്പോൾ ഒരുപക്ഷെ വീടിന് പുറത്തേക്കൊക്കെ ഒരുപക്ഷെ ഇറങ്ങി കളിച്ചിട്ടുണ്ടാവണം. അങ്ങനെ 6 മണിയോടെ തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഈ തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി കുട്ടിയെ കടിച്ചു വലിച്ച് കൊണ്ടുപോയി ഇപ്പോൾ കൊലപ്പെടുത്തി പാതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിൽ നിരന്തരം ഇത്തരത്തിൽ കുട്ടികളെ ഉൾപ്പെടെ പുലി പിടിക്കുന്ന സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും സമാന രീതിയിൽ അമ്മയ്ക്കൊപ്പം നിൽക്കുകയായിരുന്ന കൊച്ചുകുട്ടിയെ പുലി അമ്മയ്ക്ക് കൺമുമ്പിൽ വെച്ച് തന്നെ കടിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹം വനാതിർത്തിയിൽ ഉപേക്ഷിച്ച നിലയിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് സമീപത്തുള്ള ഒരു തോട്ടിൽ നിന്നും വെള്ളം എടുക്കുന്ന ഇതര സംസ്ഥാനക്കാരനായ 5 വയസ്സുള്ള ബാലനെ പുലി പിടിക്കാൻ എത്തി പുലി ആ കുട്ടിയുടെ കയ്യിൽ മാന്തിയ ഒരു സംഭവം ഉണ്ടായിട്ട്, പക്ഷെ അന്ന് ഭാഗ്യം കൊണ്ട് ആ കുട്ടി വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ സംഭവമാണ് ഇത്തരത്തിൽ കൊച്ചുകുട്ടികൾക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ 4.5 വയസ്സുകാരി റോഷിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മേഖലയിൽ നിരന്തരം വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയാണ്. കാട്ടാനകളുടെ നിരന്തര ശല്യമുണ്ട്. കരടിയുടെയും പുലിയുടെയും ഒക്കെ ശല്യമുള്ള ഒരു മേഖലയാണ്. വലിയ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും ഒക്കെ സംഘർഷത്തിന്റെ വക്കിൽ വരെ എത്തിയ ഒരു സന്ദർഭം കൂടി നാളുകൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വന്യമൃഗ ശല്യം മൂലം എന്തായാലും കരള ലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കുട്ടിയുടെ മൃതദേഹം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത്. എന്തായാലും സങ്കടകരമായ കാര്യങ്ങൾ. കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്താക്കുകയാണ് ഇത്തരത്തിൽ വളരെ കരളലിയിപ്പിക്കുന്ന രീതിയിൽ കുട്ടിയുടെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്കെല്ലാം ശേഷം പൊള്ളാച്ചിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അർജുന, അനീഷ്, നിലവിൽ ഈ ആളെ കൊല്ലി പുലിയെ പിടികൂടാനുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിലവിൽ
പ്രദേശവാസികളുടെ നില എന്താണ്? ആരും പ്രതിഷേധമുണ്ടോ? എന്താണ് അവസ്ഥ? അജുന, ഇത് ഒരു പുലിയല്ല, ആളെ കൊല്ലി പുലി എന്ന് പറയുന്നത്. പക്ഷെ ഈ പുലി ആയിരിക്കില്ല നേരത്തെ ഉള്ള ആക്രമണത്തിന് പിന്നിൽ. നിരവധി പുലികൾ ഉള്ള, ഒരു പുലിയല്ല രണ്ട് പുലി, ഒരുപാട് പുലികളുള്ള ഒരു പ്രദേശമാണ് ഈ വാൽപ്പാറ. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തുള്ളവർക്ക് വൈകിട്ട് 6 മണിക്കൊക്കെ ശേഷം കുട്ടികളെയും ഒന്നും പുറത്തേക്ക്, വീടിന് പുറത്തേക്ക് ഇറക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമൊക്കെ പ്രദേശത്തുള്ളവർ, പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത്. കാരണം ഈ പുലി നേരത്തെ മറ്റൊരു ആളെ കൊന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിരവധി പുലികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുലിയല്ല, ഒരുപാട് പുലികളുണ്ട് ആ പ്രദേശത്ത്. പുലി മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരടിയുണ്ട്, കാട്ടാനകളുണ്ട്. വലിയ രീതിയിലുള്ള കേരള തമിഴ്നാട് അതിർത്തിയാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽ പെടുന്ന സ്ഥലമാണ്. ആ വാൽപ്പാറയ്ക്ക് ഇപ്പം മലക്കപ്പാറയിലും സമാന രീതിയാണ്. കേരളത്തിന്റെ പ്രദേശമായ മലക്കപ്പാറ, അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഈ സമാന രീതിയിൽ നിരവധി പുലികൾ, അതുപോലെ തന്നെ ആനകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പുലിയായിരിക്കില്ല, നിരവധി പുലികളുണ്ട്. ഈ പുലിയെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് ഈ പുലിയെ പിടികൂടുന്ന ഒരു അത്തരത്തിലുള്ള രീതിയിലേക്കൊന്നും ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾക്ക് കർശനമായ നിർദ്ദേശം നേരത്തെയും അവിടെ നൽകിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വൈകിട്ട് സന്ധ്യാസമയങ്ങളിലൊന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളൊന്നും ഈ സമയത്ത് ഉടലെടുത്തിട്ടില്ല. എന്തായാലും മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. സർക്കാർ തലത്തിൽ വലിയ ഇടപെടലുകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. വന്യമൃഗം ശല്യം തടയാൻ, ഇത്തരത്തിൽ പുലി ഈ സമാന രീതിയിലൊക്കെ നേരത്തെയും അക്രമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടി ആയതിനാൽ വന്യമൃഗ ശല്യം തടയാൻ ശാശ്വതമായൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഈ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു കുറച്ചുകൂടി അല്പം കൂടി ശക്തിയായി ഉയരാനുള്ള ഒരു സാധ്യത ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഉണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറയാൻ. അതിന് പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ പോലീസും വനംവകുപ്പും എല്ലാം ഉള്ളത്. അർജുന, വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബമാണ് കുട്ടിയെ പുലി പിടിച്ചതായി പരാതി നൽകിയിരുന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയെന്നാണ് അമ്മ പരാതി നൽകിയിരുന്നത്. ആ കുട്ടിയുടെ മൃതദേഹമാണ് വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്ന് കണ്ടെത്തിയത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.